പാചകവാതക സിലിണ്ടറുകൾക്ക് ക്ഷാമമായതോടെ അടുപ്പുകൾ അന്വേഷിച്ചുള്ള പരക്കം പാച്ചിലാണ് ഹോട്ടൽ ഉടമകൾ. പക്ഷേ പണം നൽകിയാലും നല്ല ഇനം അടുപ്പുകൾ ലഭ്യമാകാത്ത സ്ഥിതിയുമുണ്ട്. കുറച്ച് വിറക് മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യാൻ കഴിയുന്ന റോക്കറ്റ് അടുപ്പുകൾ ലഭിക്കണമെങ്കിൽ 20 ദിവസം വരെ കാത്തിരിക്കേണ്ട സ്ഥിതിയുമാണ്. പാലക്കാട്ട് നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ഹോട്ടലുകളിൽ പാചകവാതക ക്ഷാമം വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടുപ്പുകൾ അന്വേഷിച്ച് ഈ ഹോട്ടൽ ഉടമകൾ പലരും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പലരും റോക്കറ്റ് അടുപ്പുകൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അടുപ്പുകൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ വളരെ ഉയരുകയാണ്. പാലക്കാട് ഒരു കടയിലാണ് ഞാനിവിടെ ഉള്ളത്. ഇവിടെ നിരവധി പലതരത്തിലുള്ള റോക്കറ്റ് അടുപ്പുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വിറകുകൾക്കുള്ളിൽ ഈ പാചകം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഗ്യാസിൻ്റെയൊക്കെ ക്ഷാമം വളരെയധികം കൂടുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവർക്ക് ഈ ആവശ്യക്കാർക്ക് അതിനനുസരിച്ചുള്ള അടുപ്പുകൾ ലഭ്യമാക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അത് 2 ദിവസം 3 ദിവസമൊക്കെ തന്നെ ആൾക്കാർ കാത്തു നിൽക്കേണ്ട സ്ഥിതിയും വരുന്നുണ്ട് അല്ലേ? 2 ദിവസം 3 ദിവസമല്ല, അതിന് കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ എല്ലാവരുടെ അടുത്തും അടുപ്പ് എടുത്തോളൂ എന്ന് പറയും. അത് വിട്ടത് ഇപ്പോൾ അടുപ്പ് ഉണ്ടോ എന്നാണ് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. മറ്റുള്ള ഗ്യാസ് വന്നാലും നമ്മുടെ അടുപ്പ് കൈവിടരുത്. ഇത് നിങ്ങൾക്ക് ഒരു സിലിണ്ടറൊക്കെ വെറും 100-200 കൂടെ വിറക് മതി ഇതിൽ നമുക്ക് പ്രവർത്തിക്കാൻ. അത്രയ്ക്ക് ലാഭകരമായുള്ള അടുപ്പാണത്. ഡെമോക്കുള്ളതല്ലാതെയുള്ള സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുക. എല്ലാം ഇതിനുള്ളിൽ ഫുള്ള് കാല് കുത്താനുള്ള സ്ഥലമെല്ലാം തരുന്നതാണ്. അടുപ്പ് ജനങ്ങൾ ഈ ഗ്യാസ് കിട്ടാത്ത സ്ഥിതിക്ക് എല്ലാവരും ഇവിടെ വന്നത് നമ്മളെ തല്ലുകൂട്ടിയിട്ട് അടുപ്പ് വാങ്ങിയത് പോയത്. അപ്പോൾ ഇനി അടുത്ത ലോഡ് നമുക്ക് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു സംഭവം നടന്ന കാരണം നമുക്ക് ആകാൻ പറ്റാതെ, അത് പ്രൊഡക്ഷൻ ആകാതെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര ദിവസത്തിനുള്ളിലാണ് അടുപ്പുകൾ വരുന്നതാണ്? കസ്റ്റമർ വന്നാൽ ഇപ്പോൾ ഒരു 10-20-25 ദിവസത്തിലുള്ള സമയം കൊടുത്തിരിക്കണത്. അതുള്ള വന്നാൽ ഭാഗ്യം കരുതാത്ത. നിങ്ങൾക്കൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയാത്ത സാഹചര്യം, അത്ര ഡിമാൻഡാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഈ അടുപ്പ് മറ്റേ ഗ്യാസ് വന്നാൽ ഇത് കൈവിടരുത്. അത്രയും മെച്ചപ്പെട്ട ഒരു ഗുണമുള്ള കാര്യമാണ്. കുറച്ച് എത്ര ഒരു പട വിറക് വേണ്ടി വരും? ഇത് വന്നത് ഒരു സിലിണ്ടറിന് നമ്മുടെ കണക്കിൽ 150-200 പട വിറകാണ് നമ്മുടെ കണക്ക്. അത്ര മതിയോ? അതിനുള്ളിൽ തീർക്കാം. ഒരു ഹോട്ടൽ ശരിക്കും ഒരു സിലിണ്ടർ, ഒരു 8 സിലിണ്ടർ വരുന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ 1000 രൂപ നമുക്ക് ഒതുക്കാം ഒരു ദിവസം. വില എത്രയാണ് വരുന്നത് ഇപ്പോൾ? ഇത് വന്നത് നമുക്ക് 17,500 88,500 വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പാർട്ടികൾ ഇവിടെ വന്ന് സങ്കടപ്പെടേണ്ട പറഞ്ഞത് ഓരോ അടുപ്പുകൾ ഓരോ പീസ് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഇവിടെ എന്താ ഒരു കാലിയായി ഇത് കിടക്കുന്ന ഇവിടെ നല്ലതല്ലേ ഒരു അടുപ്പെങ്കിലും ഇരിക്കുന്നത്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി വരുന്നവർക്ക് ഒരു 20 ദിവസമെങ്കിലും കാത്തിരിക്കണം. 20 ദിവസം കാത്തിരിക്കണം. ഞങ്ങൾ ഓൾറെഡി ആദ്യം വായിച്ചിരുന്നു, വീണ്ടും മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതായിരുന്നു. പക്ഷേ സാധനം കിട്ടാനില്ല, സ്റ്റോക്കില്ല, ഒരു കണ്ടീഷനിലാണുള്ളത്. എല്ലാ കടയിലും ഇവിടെ പാലക്കാടിൽ 4 മലബാർ റെസ്റ്റോറൻറ്റ്. ഏതായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ തിരുവള്ളൂർ എന്ന് പറയുന്ന കടയിലാണ് ഉള്ളത്. ഇവിടെ ഒക്കെ തന്നെയുള്ള സ്റ്റോക്കുകൾ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി പുതിയ സ്റ്റോക്കുകൾ വരണം. അതിന് ഏകദേശം ഒരു 20 ദിവസത്തിനടുത്ത് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇവർ പറയുന്നത്. കാരണം അത്രമാത്രം ആളുകളാണ് ഇപ്പോൾ ആവശ്യവുമായി വരുന്നത്. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.